ഹലോ ഹായ് എവരിബഡി, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്കൊരു വീഡിയോയുമായി എത്തുന്നത് നമ്മൾ തല നനയാതെ എങ്ങനെ വണ്ടി കഴുകാം എന്നൊരു ഉപകരണമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോഴേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാലവർഷം അടുത്തു കഴിഞ്ഞു, അതായത് മഴക്കാലം അടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ദിവസവും തോരാത്ത മഴകൾ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നമുക്ക് വണ്ടി കഴുകൽ നിർബന്ധമാണ്. മഴക്കാലത്ത് പിന്നെ മഴ തോരട്ടെ എന്നിട്ട് നമുക്ക് വണ്ടി കഴുകാമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇത് മഴ തോരലും ഉണ്ടാവില്ല, കഴുകലും ഉണ്ടാവില്ല. അപ്പോൾ ഏത് ശക്തമായ ഒരു മഴയത്തും നമുക്ക് തല നനയാതെ വണ്ടി എങ്ങനെ കഴുകാം എന്നുള്ള ഒരു ഉപകരണമായിട്ടാണ് ഞാൻ വരുന്നത്. ഇതിന് മുന്നേയൊക്കെ നമ്മൾ എങ്ങനെ വണ്ടി കഴുകിയിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴക്കാലമായി കഴിഞ്ഞാൽ തലയിൽ ഒരു മുണ്ട് കൊണ്ട് കെട്ടിയ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് എടുത്ത് പൊത്ത് എങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം വെള്ളം ലീക്കായിട്ട് നമുക്ക് തലയിൽ നനവ് സംഭവിക്കുമായിരുന്നു. എന്നിട്ടത് തലയിലേക്ക് ഇറങ്ങി നമുക്ക് ജലദോഷം, ചുമ, പനി അതുപോലെ തുടങ്ങുന്ന പല പല രോഗങ്ങളും സംഭവിക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ ഒരു പനി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന പനിക്കൊക്കെ കൗണ്ട് കുറയുന്ന ഒരു സൂക്കടാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് തല നനയാതെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഉപകരണം ഉണ്ടെങ്കിൽ തല നനയാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കഴുകാൻ എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് കണ്ടു നോക്കുക, മിസ് ചെയ്യാതെ. എന്നിട്ട് നിങ്ങളിത് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഇതിന് വേണ്ടുന്ന ചേരുവകളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ട്രിപ്പ് പോയി വന്ന ലോറി ചളിയോട് കൂടിയത് ഒരെണ്ണം. ഇത് ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രിപ്പ് പോയി വന്ന ലോറി തന്നെ വേണം കേട്ടോ. ആരെങ്കിലും കഴുകി വെച്ച ലോറിയൊന്നും പറ്റൂല. അത് ചളിയോട് കൂടിയുള്ളതാണ് ഏറ്റവും ഉത്തമം. വെള്ളം വരുന്ന ഈ ഓസ് ചുറ്റോട് ചുറ്റും എത്തുന്നത് പോലെ കൊണ്ടുവന്ന് നിർത്തണം. എന്നിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഉപകരണം ഉപയോഗിക്കേണ്ടത്. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ ഈ സമയത്ത് ഉപയോഗിക്കുന്നത് ഒരു ലുങ്കിയും ഒരു കാക്കി ഷർട്ടുമാണ്. അത് നിർബന്ധമല്ല, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് ആ രീതിയിലുള്ള വസ്ത്രം ധരിക്കാം. ഇപ്പോൾ വണ്ടി കഴുകുന്ന സമയത്ത് ഇനി കാക്കി ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസൊന്നും പിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഉപകരണം, ഈ ഒരു പഴയ ഹെൽമെറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പഴയ ഹെൽമെറ്റ് എവിടുന്ന വാങ്ങാൻ കിട്ടുക എന്ന് വിചാരിക്കും. പഴയ ഹെൽമെറ്റ് ആയതുകൊണ്ട് എവിടെയും വാങ്ങാനൊന്നും കിട്ടില്ല. നിങ്ങൾ വണ്ടി കഴുകാൻ പോകുന്ന ഒന്നിക്കൽ നമ്മളുടെ മലയാളീൻ്റെ വീടിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഷെഡിന് അകത്ത് എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ നമ്മളിപ്പോൾ വണ്ടി കഴുകുന്നത്. അപ്പോൾ ആ സൈഡിൽ എവിടെയെങ്കിലും ആരെങ്കിലും വലിച്ചു ചാടിയ പഴയ ഹെൽമെറ്റ് ഉണ്ടോ എന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഇപ്പോൾ കരുതുന്നുണ്ടാവും പുതിയ ഹെൽമെറ്റ് കിട്ടാത്തതുകൊണ്ടായിരിക്കും. അല്ല, ഇതാ പുതിയ ഹെൽമെറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഇതാണ്ടോ, ഇത് പുതിയ ഹെൽമെറ്റാണ്, പുതിയ നല്ല ഹെൽമെറ്റാണ് ഈ കാണുന്നത്. പക്ഷെ ഞാൻ ഇത് ഇപ്പോൾ ഉപയോഗിക്കാത്തതും ഉപയോഗിച്ച് കാണിക്കാത്തതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ യഥാർത്ഥ ഉടമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു കോലത്തിലാവുന്നത് കൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ച് കാണിച്ചു തരാത്തത്. അപ്പോൾ ഇത് എവിടെ നിന്ന് എടുത്ത് അവിടെ തന്നെ മെല്ലെ വെച്ചേക്കാം നമുക്ക്. പിന്നെ നിങ്ങൾ കരുതും അതിനേക്കാളും നല്ലത് പുതിയത് നമുക്കൊന്ന് മേടിച്ചാൽ പോരെന്ന്. പക്ഷെ പുതിയതൊന്നും പറ്റൂല. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയ ഹെൽമെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപ മുതൽ 5000 രൂപ വരെ വിലയുള്ളതാണ് ഈ ഹെൽമെറ്റ്. അപ്പോൾ ഒരു കട്ടൻ ചായ പോലും നമുക്ക് സ്വന്തം കാശെടുത്ത് ഒരു കട്ടൻ ചായ പോലും കുടിക്കാതെ കിട്ടുന്ന 10 പൈസ അങ്ങനെ ഒരുക്കി സേവ് ചെയ്ത് വെക്കുന്ന ആളുകളാണല്ലോ നമ്മൾ ലോറി ഡ്രൈവർമാർ. അപ്പോൾ ഒരു പുതിയ ഹെൽമെറ്റ് വാങ്ങലൊക്കെ നമുക്ക് വളരെ പ്രയാസമാവും. അതുകൊണ്ട് നമുക്ക് ഈ പഴയ ഹെൽമെറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഒപ്പിക്കാം. അപ്പോൾ ഇതെങ്ങനെ ധരിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് തലയിടാൻ പറ്റൂല. ആരും അങ്ങനെ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ച് വല്ലതും സംഭവിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. ഈ ഹെൽമെറ്റിനെ ഇങ്ങനെ എടുത്ത് ഈ തലയിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇത് തലയിൽ സേഫ് ആണോ എന്ന് നമ്മളൊന്നിങ്ങനെ പിടിച്ച് നോക്കി എല്ലാം കറക്റ്റ് സീറ്റിങ്ങിൽ ഇരുത്തുക. ഇപ്പോൾ കണ്ടോ, നോ മഴ നോ വെള്ളം. എന്നിട്ട് ഈ ഓസ് പൈപ്പ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ദോശ ചുടല്ല കേട്ടോ. ഈ ഓസ് പൈപ്പ് നിന്നുള്ള ഈ വെള്ളം വണ്ടിയുടെ ബോഡിയിലേക്ക് പോയി ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേക തരം സൗണ്ടാണത്. മഴ പെയ്തോട്ടെ, തോർന്നോട്ടെ, പൊയ്ക്കോട്ടെ, നമുക്കൊരു പ്രശ്നവും ഇപ്പം ഇല്ല. ഇങ്ങനെ വെള്ളം അടിച്ചിങ്ങനെ വണ്ടി വൃത്തിയാക്കുക. അപ്പം നിങ്ങൾ ഈ വണ്ടി കഴുകൽ എങ്ങനെയാ മഴ നനയാതെ എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും ഗുഡ് ബൈ.